ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന്, അതായത് സെക്കൻഡ് സെമസ്റ്റർ BSc നഴ്സിംഗിന് ബയോകെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വളരെ ചെറിയ ടോപ്പിക്കാണ്, എന്നാൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, നമ്മൾ ന്യൂട്രീഷനിലെ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ന്യൂട്രീഷണൽ പ്രാധാന്യം, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ടൈപ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അത് ഏതൊക്കെ വസ്തുക്കളിൽ കാണുന്നെന്ന് പഠിക്കുന്നുണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഉണ്ട്, അതിൻ്റെ കുറവുകൾ വന്നു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് എന്തൊക്കെ ഉണ്ടാകാം, അത് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം, ഇതെല്ലാം നമ്മൾ ന്യൂട്രീഷനിൽ പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. എന്നാൽ അതിൻ്റെ മെറ്റബോളിസം, ഡൈജഷൻ, അതിൻ്റെ സൈക്കിളുകൾ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ബയോകെമിസ്ട്രിയിലാണ്. അപ്പോൾ അവിടെ ബയോകെമിസ്ട്രിയിൽ ആസ് പെർ യുവർ നഴ്സിംഗ് സിലബസ് ബയോകെമിസ്ട്രിയിലെ മെറ്റബോളിസം പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് പഠിക്കുന്നുണ്ട്. എന്ത് ടെസ്റ്റാണിത്? ഡയബറ്റീസ് മെൽറ്റസ് പോലെയുള്ള പേഷ്യൻസ്, അതായത് ഡയബറ്റീസ് മെൽറ്റസ് മാത്രമല്ല, ബ്ലഡ് ഷുഗർ കൺട്രോൾ ആകാത്ത പല ഡിസീസസ് ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിസീസാണ് ഡയബറ്റീസ് മെൽറ്റസ്, അല്ലെങ്കിൽ നമ്മൾ ലേമാൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഷുഗർ പേഷ്യൻസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ പേഷ്യൻസിന്, ഷുഗർ കൺട്രോൾഡ് അല്ലാത്ത പേഷ്യൻസിൻ്റെ ഷുഗർ ലെവൽ, അതായത് ബ്ലഡ് ഷുഗർ ലെവൽ, നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ ലെവൽ നോർമൽ ആണോ, അല്ലെങ്കിൽ ആ ഒരു നോർമൽ ലെവൽ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ യൂസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഒരു ഫങ്ഷനിങ് എങ്ങനെയാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ലബോറട്ടറിയിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫോം ആയിട്ട് GTT എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ അതിനെ GTT, OGTT, മിനി GTT, IVGTT എന്നിങ്ങനെ പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതെല്ലാം തന്നെ പർപ്പസ് ഒന്നാണ്, ഏകദേശം ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ്. ഒരു വ്യക്തിയുടെ ബ്ലഡ് ഷുഗർ ലെവല് നോർമലാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് അതിൽ അർത്ഥമാക്കുന്നത്, എങ്ങനെയാണ് നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നതെല്ലാം ലാബിലോട്ടാണ് വിട്ട് ചെയ്യുന്നത്. എന്നാൽ പോലും ആസ് എ നേഴ്സ് വി ഷുഡ് നോ അബൌട്ട് വാട്ട് ഈസ് മീൻ ബൈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഹൗ ഇറ്റ് ഈസ് ഡൂയിങ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഇവാലുവേറ്റിംഗ്. അപ്പോൾ എന്തായാലും നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ ഒന്ന് പറയുന്നു, സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമിന് ബയോകെമിസ്ട്രിയിലും ന്യൂട്രീഷനിലും വേണമെങ്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. കൂടുതലായിട്ട് ചോദിക്കുന്നത് ബയോകെമിസ്ട്രിയിലാണ്. അപ്പോൾ ബയോകെമിസ്ട്രി 25 മാർക്കിനാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അവയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസവും ന്യൂട്രീഷനിൽ കാർബോഹൈഡ്രേറ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ടൈപ്സും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കുട്ടികൾക്ക് ആ ക്ലാസ്സുകളിൽ അതെല്ലാം തരുന്നുണ്ട്. ഈ ക്ലാസ്സും നമ്മുടെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും അവിടെ എടുക്കുന്നുണ്ട്. അതല്ലാത്തവർക്ക്, അത് സ്വയം പഠിക്കുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. അല്ലാത്തവർ സ്വയം പഠിക്കുക, ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആക്കരുത്. ബയോകെമിസ്ട്രി ഈസ് വെരി വെരി ടഫ് സബ്ജക്റ്റ്. അതായത് ടഫ് മീൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റോടെ പഠിച്ചാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതും ആണ്. ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ എല്ലാ സബ്ജക്ട്സും ടഫാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഷുഗർ. നമ്മുടെ ബ്ലഡിലുള്ള നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ, അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 80 to 120. 80 മുതൽ 120 വരെയാണ് നോർമൽ ലെവൽ ബ്ലഡ് സർക്കുലേഷനിൽ ഗ്ലൂക്കോസ് വേണ്ടത്. എന്നാൽ അതിൽ നിന്ന് കുറഞ്ഞാലും പ്രശ്നമാണ്, അതിൽ നിന്ന് കൂടിയാലും പ്രശ്നമാണ്. കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയുന്നു? ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നു. എന്താ പറയുന്നത്? ഹൈപ്പോഗ്ലൈസീമിയ. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഹൈപ്പോഗ്ലൈസീമിയ. ഈ 120-നേക്കാൾ കൂടുതലാണ് ഷുഗർ ലെവലെങ്കിൽ ഇതിനെന്ത് പറയുന്നു? ഹൈപ്പർ ഗ്ലൈസീമിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈപ്പർ ഗ്ലൈസീമിയ ആൻഡ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ എന്താണ് ഗ്ലൈസീമിയ, എന്താണ് ബ്ലഡ് ഷുഗർ ലെവൽ, അതിൻ്റെ നോർമൽ എത്രയാണ്, അതിൻ്റെ അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാണ്, എപ്പോഴാണ് അതിനെ ഹൈപ്പോഗ്ലൈസീമിയ എന്നും എപ്പോഴാണ് അതിനെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നും പറയുന്നത്, അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ്, ഇത്രയും നമ്മളവിടെ ഡിസ്ക്രൈബ് ചെയ്യണം 2 മാർക്കിന്. ഏകദേശം 2 മാർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടണമെങ്കിൽ ഒരു പേജ് ഫുള്ളായിട്ട് നിങ്ങൾ എഴുതണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. പറ്റിയില്ലെങ്കിൽ പകുതിയെങ്കിലും നിങ്ങൾ അവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്താണ്.
Glucose tolerance means ability to the body to utilize glucose in blood circulation. നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നു, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു, ആ എബിലിറ്റിയാണ് നമ്മുടെ ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്നത്. എൻ്റെ ഗ്ലൂക്കോസ് ടോളറൻസും നിങ്ങളുടെ ഗ്ലൂക്കോസ് ടോളറൻസും വ്യത്യസ്തമാണ്. സോ ഓരോ വ്യക്തിയുടെയും ബ്ലഡ് സർക്കുലേഷനിലുള്ള ഗ്ലൂക്കോസ് അവരവരുടെ ശരീരം അല്ലെങ്കിൽ ബോഡി അത് എത്രത്തോളം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ശരീരത്തിന് എത്രത്തോളം അത് യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനെ ഗ്ലൂക്കോസ് ടോളറൻസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ആ ഗ്ലൂക്കോസ് ടോളറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്? അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ഗ്ലൂക്കോസ് ടോളറൻസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റിനെയാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ GTT എന്ന് പറയുന്നത്. The measurement of plasma glucose before and after a specific amount of glucose given orally should provide a standard method to evaluate individuals and specific values for normal and disease. അതായത് ഒരു സ്പെസിഫിക് എമൗണ്ട് ഗ്ലൂക്കോസ് ഓറലി ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. അതിനു മുന്നേയും അതിനുശേഷവും ആ വ്യക്തിയുടെ പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആ വ്യക്തിയുടെ ഗ്ലൂക്കോസ് ടോളറൻസ് നോർമലാണോ, അതോ അവിടെ ആ പേഷ്യൻ്റ് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടോ എന്ന് ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡിലൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ എന്താ പറയുന്നത്? ദ മെഷർമെന്റ് ഓഫ് പ്ലാസ്മ ഗ്ലൂക്കോസ് ബിഫോർ and after a specific amount of glucose given orally should provide a standard method to evaluate individuals and specific values for normal and disease. അപ്പോൾ ഇത് ഇൻട്രൊഡക്ഷൻ ഒരു മീനിങ്ങുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസ് ടോളറൻസ് നോക്കുന്നത്, എന്താണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, അതിൻ്റെ അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ എഴുതുന്നു. അതിനുശേഷം ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൻ്റെ ഡെഫിനിഷൻ എഴുതുന്നു. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എക്സാക്ട്ലി ഇതിൽ പറയുന്ന അതേ വേർഡിങ്സിലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എന്താണോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, എന്താണ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്നറിയാം, അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ലാബ് ടെസ്റ്റ് ആണ് GTT എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യൂസസ്. ദിസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു അസിസ്റ്റ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് ഡയബറ്റീസ് മെലിറ്റസ്. ഇറ്റ്സ് എ മെയിൻ പർപ്പസ് ഓഫ് GTT. ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടോ ഇല്ലയോ, ഇനി ഓൾറെഡി ഡയബറ്റീസ് മെലിറ്റസ് കൺഫേം ചെയ്ത ആളാണെങ്കിൽ ആ വ്യക്തിയുടെ ഷുഗർ ലെവൽ ഇപ്പോൾ ഏത് ലെവലാണ്, നോർമലാണോ അബ്നോർമലാണോ അതോ കൂടുതലാണോ കുറവാണോ, ഇതൊക്കെ നോക്കാൻ എന്ത് സഹായിക്കുന്നു? ഈ GTT സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗർ ലെവൽ ബ്ലഡിൽ കുറയുന്നതിനെയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അതും ആ പേഷ്യൻസിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ്, ഇൻഡിക്കേഷൻസ് ഓഫ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മളിത് ചെയ്യുന്നത്? The GTT test may be used for the following conditions: patients with a family history of diabetes, patients who are massively obese, patients with a history of recurrent infections, patients with a delayed healing of wound, women who have history of stillbirth, premature birth, large babies, patients who have transient glycosuria or hyperglycemia during pregnancy or following myocardial infarction, surgery or stress. അപ്പോൾ ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളിലും നമുക്കവിടെ പേഷ്യൻസിൻ്റെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ GTT ടെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് GTT, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. GTT ചെയ്യുന്നത് പ്രധാനമായിട്ട് ആർക്കെങ്കിലും ഡയബറ്റീസ് ഹിസ്റ്ററി ഉണ്ടോ, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, ആരെങ്കിലും അധികം തടിയായിട്ടുള്ള മാസീവായിട്ട് ഒബീസാണോ, ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടോ, എസ്പെഷ്യലി കാലുകളിൽ ലോവർ ലെഗ്സിൽ അല്ലെങ്കിൽ ഫീറ്റിൽ ഉണ്ട്, അത് അവിടെ ഹീലാകുന്നില്ല എങ്കിലോ, അല്ലെങ്കിൽ സ്റ്റിൽ ബർത്ത്, പ്രഗ്നൻ്റ് ആയിരുന്നു, കുഞ്ഞു യൂട്രസിനുള്ളിൽ തന്നെ മരിച്ചു പോകുന്നു, സ്റ്റിൽ ബർത്ത് അല്ലെങ്കിൽ പ്രിമച്വർ ബർത്ത് ഉണ്ടാകുന്നു, പൂർണ്ണ വളർച്ചയില്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഓവർ വെയ്റ്റായി മാറുന്നു.
ഇതെല്ലാം എന്ത് കാരണമായിരിക്കാം? ഡയബറ്റീസ് കാരണമായിരിക്കാം, അതായത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് കാരണമായിരിക്കാം. അതുപോലെ യൂറിനിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ്, ഹൈപ്പർ ഗ്ലൈസീമിയ ഡ്യൂറിങ് പ്രഗ്നൻസി, പിന്നെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, സർജറി, ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ആർക്കൊക്കെ ഈ ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല? എക്സ്പെഷ്യലി ഇപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടൈപ്പ് ഇങ്ങനെയാണ്, ഗീവ് റീസൺ ഫോർ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഗീവ് റീസൺ ഫോർ ദിസ് വൺ. അപ്പോൾ അവിടെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, ഡയബറ്റീസ് മെലിറ്റസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഇന്ന ആൾക്ക് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. കോൺട്രാഇൻഡിക്കേഷൻസ്. ഇൻ പ്രൂവൺ കേസസ് ഓഫ് ഡയബറ്റീസ് മെലിറ്റസ് ദ ടെസ്റ്റ് ഈസ് നോട്ട് റിക്വയർഡ്. ഓൾറെഡി ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട് എന്ന് കൺഫേം ചെയ്ത പേഷ്യൻസിൽ ഈ ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പകരം നമുക്ക് FBS-ഉം പോസ്റ്റ് പാൻഡ്രിയൽ ബ്ലഡ് ഷുഗറും ഒക്കെ നോക്കിയാൽ മതി. RBS, FBS ഒക്കെ നോക്കിയാൽ മതിയാവും. നെക്സ്റ്റ്, GTT is required only in a doubtful cases. It is not recommended for follow patient. Patients with the serious concurrent infections or endocrine disorders, because glucose intolerance will be observed even though these patients may not be diabetic. അതായത് ഓൾറെഡി എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ്, ഗ്ലൂക്കോസ് ഇൻടോളറൻസ് ഒബ്സർവ് ചെയ്ത പേഷ്യൻസ്, ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്, ഇവർക്കൊക്കെ നമ്മൾ അവിടെ വീണ്ടും GTT ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ ഫോർ ദീസ് പേഴ്സൺസ്. ഡയബറ്റിക് ഓർ ഹൈ ഗ്ലൂക്കോസ് ലെവൽ മേ ബി ദെയർ. നെക്സ്റ്റ്, നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ സാധ്യതയുള്ള, എല്ലാവർക്കുമല്ല, ചില ആൾക്കാർക്ക് മാത്രം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ്: ഡിസ്നസ്, ട്രെമേഴ്സ്, vomiting, sweating, fainting may occur. If the symptoms occur, blood specimen is obtained and measure the blood glucose. If the glucose level is too high, the test may be needed to be stopped and insulin administered. ഒരുപാട് അതായത് ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ആ ഒരു ബ്ലഡ് ഷുഗർ ലെവൽ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ആ ഒരു ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. കൂടുതലായിട്ട് ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇന്റർഫിയറിംഗ് ഫാക്ടേഴ്സ്, അതായത് തെറ്റായിട്ടുള്ള വാല്യൂസ് വരാൻ ചാൻസ് ഉള്ള കാരണങ്ങൾ. പേഷ്യൻസ് ഹു ആർ സ്മോക്കിംഗ്, പേഷ്യൻസ് ഹാവ് സ്ട്രെസ്, പേഷ്യൻസ് എക്സസൈസ് ഡ്യൂറിംഗ് ദ ടെസ്റ്റ് ക്യാൻ എഫക്ട് ഗ്ലൂക്കോസ് ലെവൽ, പേഷ്യൻസ് ബീങ് ഫാസ്റ്റിംഗ് ഓർ റെഡ്യൂസ്ഡ് കലോറിക് ഇൻടേക്ക് ബിഫോർ GT ടെസ്റ്റ് ക്യാൻ കോസ് ഗ്ലൂക്കോസ് ഇൻടോളറൻസ്. അതുപോലെ പല ഡ്രഗ്സും, ഇവയെല്ലാം ചിലപ്പോൾ ഈ ഒരു വാല്യൂസിൽ തെറ്റ് വരുത്തിക്കാം. എന്തൊക്കെയാണ് പറഞ്ഞത്? സ്മോക്കിംഗ്, സ്ട്രെസ്, എക്സസൈസ്, ഫാസ്റ്റിംഗ്, ഡ്രഗ്സ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്? ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അതായത് OGTT. പിന്നെ IV ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അതായത് ഇൻട്രാവീനസ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അത് കഴിഞ്ഞാൽ മൂന്നാമത് മിനി ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഇതിൽ ഏറ്റവും പ്രധാനം GTT ആണ്. പിന്നെ അതിൽ ഓറൽ തന്നെയാണ് ഏറ്റവും പ്രധാനം കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ വളരെ റെയറായിട്ട് 1 മാർക്കിലൊക്കെ മിനി GTT ചോദിക്കാറുണ്ട്. എന്നാൽ IV GTT കൂടെ ഒന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, വെദർ ഇറ്റ് ഇസ് OGTT or IV GTT or mini GTT, പേഷ്യൻസിൻ്റെ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻറ്റ്, educate the patient about the importance of having adequate food intake with adequate carbohydrate for at least 3 days before the test. അതായത് പല ആൾക്കാരും, നമ്മുടെ നാട്ടിലെ സ്റ്റേപ്പിൾ ഫുഡ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി വി വുഡ് ഹാവ് ടേക്കൺ കാർബോഹൈഡ്രേറ്റ്. ബട്ട് അതർ കൺട്രീസ്, മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയാണ്? അവരുടെ സ്റ്റേപ്പിൾ ഫുഡ് അതൊന്നും അല്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവ് കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ GTT ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻസ് അവിടെ കൃത്യമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നവർ ആയിരിക്കണം. നെക്സ്റ്റ്, ഇൻസ്ട്രക്ട് ദ പേഷ്യൻറ്റ് ടു ഫാസ്റ്റ് ഫോർ 12 hours ബിഫോർ ദ ടെസ്റ്റ്. അതായത് എപ്പോഴാണോ ടെസ്റ്റ് ചെയ്യുന്നത് അതിന് 12 മണിക്കൂർ മുന്നേ മുതൽ പേഷ്യൻ്റ് യാതൊരുവിധ തരത്തിലും കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ആഹാരങ്ങൾ അല്ലെങ്കിൽ ആഹാരമേ കഴിക്കാൻ പാടില്ല, ഫാസ്റ്റിങ്ങിൽ ആയിരിക്കണം. ഇൻസ്ട്രക്ട് ദ പേഷ്യൻറ്റ് ടു ഡിസ്കണ്ടിന്യൂ ഡ്രഗ്സ്, എക്സാമ്പിൾ ടുബാക്കോ അടങ്ങിയ ആഹാര മറ്റു യൂസേജസോ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രഗ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വാല്യൂവിനെ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അവ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം. അതുപോലെ ഗീവ് ദ പേഷ്യൻറ്റ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് എക്സ്പ്ലെയിനിങ് ദ പ്രീ ടെസ്റ്റ് ഡയറ്ററി റിക്വയർമെൻറ്റ്സ്. അതുപോലെ എല്ലാ തരത്തിലുള്ള റിക്വയർമെൻറ്റ്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പേഷ്യൻറ്റ് ഇൻസ്ട്രക്ട് ചെയ്യണം. അതുപോലെ പേഷ്യൻ്റെ വെയിറ്റ് കണ്ടിന്യൂസ്ലി അവിടെ വെയിറ്റ് ചെക്ക് ചെയ്തിരിക്കണം. എക്സ്പെഷ്യലി ചിൽഡ്രൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തിരിക്കണം. സോ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ കൃത്യമായിട്ട് അവിടെ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കഴിഞ്ഞ 3 ദിവസത്തിനകം കഴിച്ചിരിക്കണം. 12 hours ഫാസ്റ്റിംഗ് വേണം. ഇതിൻ്റെ വാല്യൂ എഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സോ ടൊബാക്കോ എന്തെങ്കിലും യൂസേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. അതുപോലെ പേഷ്യൻസിന് വേണ്ടി റിക്വയർഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. പേഷ്യൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തിരിക്കണം. ഇതിൻ്റെ പ്രൊസീജിയർ അറ്റ് അബൌട്ട് 8 AM ദ ഫാസ്റ്റിംഗ് ബ്ലഡ് ആൻഡ് യൂറിൻ സാമ്പിൾസ് ആർ കളക്ട്. അതായത് പേഷ്യൻ്റ് വരുന്നു, പേഷ്യൻ്റ് കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് യാതൊന്നും കഴിച്ചിട്ടില്ല. ആ പേഷ്യൻ്റെ ബ്ലഡ് സാമ്പിളും പേഷ്യൻ്റെ യൂറിൻ സാമ്പിളും കളക്ട് ചെയ്യാം. ഇതിനെ സീറോ സാമ്പിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ സീറോ സാമ്പിൾസ്? ആഫ്റ്റർ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ പേഷ്യൻ്റ് ഈസ് ഇൻ ഫാസ്റ്റിംഗ്, അതിൽ ആദ്യം എടുക്കുന്ന സാമ്പിളിനെ സീറോ സാമ്പിൾ എന്നാണ് പറയുന്നത്. അഡ്മിനിസ്റ്റർ ആ സാമ്പിൾ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? പ്രിസ്ക്രൈബ്ഡ് ഓറൽ ഗ്ലൂക്കോസ് സൊല്യൂഷൻ, അതായത് യൂഷ്വലി അവിടെ കൊടുക്കുന്നത് 75 gram ഓഫ് ഗ്ലൂക്കോസ് നോൺ പ്രഗ്നൻറ്റ് പേഷ്യൻസിലും, പ്രഗ്നൻറ്റ് പേഷ്യൻസ് ആണെങ്കിൽ 100 gram ഗ്ലൂക്കോസുമാണ് പേഷ്യൻ്റ് ഓറലി കൊടുക്കുക. വെള്ളത്തിൽ അലിയിച്ച് ഒരു 300 ml വെള്ളത്തിൽ അല്ലെങ്കിൽ ലെമൺ ജ്യൂസിലോ എന്തെങ്കിലും കലക്കി അത് കൊടുക്കുക. പേഷ്യൻ്റ് 5 minute കൊണ്ട് കുടിക്കാൻ പറയുക. എന്നിട്ട് മിക്സർ വിത്തിൻ 5 minutes ആഫ്റ്റർ ടേക്കിംഗ് ദ സാമ്പിൾ എടുത്തതിന് ശേഷം ഫസ്റ്റ് ഫാസ്റ്റിംഗ് സാമ്പിൾ എടുത്ത് 5 minute വെച്ച് ഈ ഒരു സൊല്യൂഷൻ പേഷ്യൻറ്റിനോട് കുടിക്കാൻ പറയുക. 75 gram ഉള്ള ഗ്ലൂക്കോസ്. പീഡിയാട്രിക് പേഷ്യൻസിലാണെങ്കിൽ 1.75 grams ഓഫ് ഗ്ലൂക്കോസ് പെർ kg. 1 kgക്ക് 1.75 gram വെച്ചിട്ട് എത്രയാണോ കുഞ്ഞിൻ്റെ വെയിറ്റ് അതനുസരിച്ചിട്ടുള്ള ഡോസ് കൊടുക്കാറുണ്ട്. അത് പേഷ്യൻറ്റിനോട് കംപ്ലീറ്റ് കുടിക്കാൻ പറയുക. അതിനുശേഷം ടെൽ ദ പേഷ്യൻറ്റ് ദാറ്റ് he or she cannot eat anything until the test is completed. പേഷ്യൻറ്റിൻ്റെ കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് വരെ പേഷ്യൻ്റ് ഒന്നും കഴിക്കാനും കുടിക്കാനും പാടില്ല. എന്നാൽ പേഷ്യൻറ്റ് വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം. നോ അതർ ലിക്വിഡ്സ് ക്യാൻ ബി ടേക്കൺ ദാൻ ഡ്യൂറിങ് ദിസ് ടെസ്റ്റിംഗ് പീരിയഡ്. ഇൻഫോം ദ പേഷ്യൻറ്റ് ദാറ്റ് tobacco, smoking are not allowed and collect a venous blood and urine sample at a 30-minute interval up to 150 minutes. അതായത് നമ്മൾ പേഷ്യൻ്റ് ഫാസ്റ്റിങ്ങിൽ വന്നു, ആ ഫാസ്റ്റിങ്ങിൽ വന്ന പേഷ്യൻ്റ് സാമ്പിൾ കളക്ട് ചെയ്തു, യൂറിൻ സാമ്പിൾ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തു, 75 gram ഗ്ലൂക്കോസ് വെള്ളത്തിൽ അലിയിച്ച് പേഷ്യൻറ്റ് കുടിപ്പിച്ചു. പേഷ്യൻ്റ് അത് കഴിഞ്ഞ് ഓരോ അരമണിക്കൂർ ഇടവിട്ടും വീനസ് സാമ്പിൾ, വെയിനിൽ നിന്നുള്ള ബ്ലഡ് സാമ്പിളും യൂറിൻ സാമ്പിളും കളക്ട് ചെയ്യാം. ഇത് രണ്ടും കളക്ട് ചെയ്ത് ഓരോരോ ഗ്യാപ്പ്, അതായത് 30 minutes ഗ്യാപ്പിൽ 5 തവണ കളക്ട് ചെയ്യാം. അതിനുശേഷം ഈ കളക്ട് ചെയ്ത എല്ലാ സാമ്പിളിലും ഗ്ലൂക്കോസിൻ്റെ ലെവൽ അനലൈസ് ചെയ്യാം. യൂറിനിലും അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് അനലൈസ് ചെയ്യാം. നോർമൽ പേഷ്യൻസിൽ യൂറിനിൽ ഒരിക്കലും ഗ്ലൂക്കോസ് കാണത്തില്ല. എന്നാൽ ഇതിൽ ഈ പേഷ്യൻസിന് ആർക്കെങ്കിലും ഇവിടെ യൂറിൻ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസോ അതുപോലെ ബ്ലഡിൽ ഓരോ ടൈമിലുള്ള ഗ്ലൂക്കോസിൻ്റെ വാല്യൂം എത്രയുമാണെന്ന് മെൻഷൻ ചെയ്യുക. എന്നിട്ട് നമ്മളത് അനലൈസ് ചെയ്യും. അത് നമ്മളൊരു ഗ്രാഫിനകത്താണ് മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ടൈം 0 time, 30 minutes, 1 hour, 1.5 hour, 2 hour, 2.5 hour, 3 hours, അങ്ങനെ ഗ്യാപ്പിലാണ് നമ്മൾ ഓരോ മണിക്കൂർ ഓരോ സമയത്തുള്ളത് ഗ്രാഫിങ്ങിന് ലേബിൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്ലോട്ട് ചെയ്ത് നമ്മളത് ലേബിൾ ചെയ്യാറുണ്ട്. അപ്പോൾ കിട്ടുന്ന വാല്യൂ ഒരു നോർമലി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഫാസ്റ്റിങ്ങിൽ സാമ്പിൾ കളക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഷുഗർ കുടിപ്പിച്ചു, അതിനുശേഷം ഓരോ അരമണിക്കൂറിലും നമ്മളതിൻ്റെ വാല്യൂ, ആ വ്യക്തിയുടെ ബ്ലഡ് ഷുഗർ ലെവൽ വാല്യൂ എടുക്കുന്നു. അത് നമ്മൾ ഒന്നുകിൽ ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു. ഇവിടെ നോർമലി ഒരു വ്യക്തിയുടെ ഫാസ്റ്റിംഗ് സാമ്പിൾ ഏകദേശം ഒരു 70 to 80 ആയിരിക്കും. യൂറിനറി സാമ്പിളിൽ നില്ലായിരിക്കും ഗ്ലൂക്കോസ്. എന്നാൽ അരമണിക്കൂർ ഷുഗർ കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് കൊടുക്കുന്നതിൽ അവിടെ ഷുഗർ ലെവൽ ഇച്ചിരി ഒന്ന് ഹൈ ആയിരിക്കും, ഏകദേശം ഒരു 130. അത് കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ, അതായത് അരമണിക്കൂർ കൂടെ കഴിയുമ്പോൾ വീണ്ടും അത് കുറച്ചുകൂടെ ഒന്ന് കൂടുന്നു. അത് കഴിയുമ്പോൾ പിന്നെ പതുക്കെ 1 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ അത് ഷുഗർ ലെവൽ കുറയാൻ തുടങ്ങുന്നു. 110 ആവുന്നു. പിന്നെ വീണ്ടും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ 90 ആകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 70 നോർമൽ. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ, അത് 1.5 മണിക്കൂറല്ല 150 മിനിറ്റ് കഴിയുമ്പോൾ എത്രയിലെത്തുന്നു? 70 നോർമൽ ലെവലിലോട്ട് എത്തുന്നു. ഇറ്റ് വാസ് നോർമൽ ഡ്യൂറിങ് ഫാസ്റ്റിംഗ്. ആഫ്റ്റർ
giving sugar. We waited for 30 minutes and collected sample. In that it is high level. Again after 1 hour it is high level. After that slightly it is reducing and it will come to normal level. And all the time glucose in urine will be nil. Nothing will be there in the urine. This is for normal patient after glucose tolerance test. The value will be almost like this. Okay. ഇനി എന്നാൽ നോർമൽ കർവ് എങ്ങനെയാണ്? നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നോർമൽ കർവ് നമ്മളിവിടെ 0-യിലുള്ള വാല്യൂ ഒരു 70-75 ആയിരുന്നു. ഒരു 30 മിനിറ്റിൽ ഗ്ലൂക്കോസ് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കൂടുന്നു, 120 ആകുന്നു. 60 മിനിറ്റ് ആയപ്പോൾ 150 ആകുന്നു. 90 ആയപ്പോൾ വീണ്ടും കുറഞ്ഞ് 110 ആകുന്നു. വീണ്ടും അത് കുറഞ്ഞ് 70-യിലോട്ട് എത്തുന്നു. ഇത് നോർമൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഏകദേശം 75 mg/dl ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്തു? കൂടി വരുന്നു, പിന്നെ കുറഞ്ഞ് നോർമൽ ലെവലിലോട്ട് എത്തിച്ചു. ഇത് നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസ് കർവ്. ഈ ഒരു കർവ് നിങ്ങൾ ഗ്രാഫ് വരച്ച് കാണിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു. നോർമലി ദർ ഇസ് എ റാപ്പിഡ് ഇൻസുലിൻ റെസ്പോൺസ് അല്ലേ. നമ്മളൊരു ഗ്ലൂക്കോസ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇൻസുലിൻ റിലീസ് ചെയ്യുന്നു. ഈ എക്സസ് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി മാറി ശരീരത്തിൽ പല ഭാഗങ്ങളിലും ലിവറിലും മസിൽസിലും ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പം അങ്ങനെ അത് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ആ ഷുഗർ ലെവൽ വീണ്ടും നോർമലിലോട്ട് വരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൽ പെട്ടെന്നൊരു ഹൈ ഗ്ലൂക്കോസ് വരുന്നു, വീണ്ടും അത് കുറഞ്ഞ് വരുന്നത്. അപ്പം ഇതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. എന്നാൽ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്, മോഡറേറ്റ് ഡയബറ്റിക്കോ സിവിയർ ഡയബറ്റിക്കോ ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗർ തന്നെ ഓൾറെഡി നോർമൽ ലെവലിനേക്കാൾ ഹൈ ആയിരിക്കുകയും അത് കഴിഞ്ഞ് ഓരോ അരമണിക്കൂർ ഷുഗർ ഇൻടേക്ക് കഴിഞ്ഞതിന് ശേഷം ഓരോ അരമണിക്കൂറിലെയും വാല്യൂ അവിടെ കൂടുതലായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു 150 മിനിറ്റ്സ് കഴിഞ്ഞാലും നോർമൽ ലെവലിലോട്ട് അത് തിരിച്ചെത്തുന്നും ഇല്ല. ഒപ്പം ഇവിടെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് എന്തായിരിക്കും? അവിടെ യൂറിനറി ഗ്ലൈക്കോസ് യൂറിയ അല്ലെങ്കിൽ യൂറിനറി ഗ്ലൂക്കോസും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം അവിടെ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അതും നോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഡയബറ്റിക് പേഷ്യൻസിൽ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം അവിടെ കറക്റ്റായിട്ട് നടക്കാത്ത പേഷ്യൻസിൽ ഉള്ള ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ഏകദേശം ഫാസ്റ്റിങ്ങും അബ്നോർമലായിരിക്കും, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ഇൻടേക്ക് കഴിഞ്ഞിട്ടും അവിടെ അബ്നോർമൽ വാല്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് അവിടെ അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡയബറ്റിക് കർവ് ഫാസ്റ്റിംഗ് ഹൈ ആണ്, വീണ്ടും അത് പീക്ക് ലെവലിൽ പോകുന്നു, ഷുഗറിൻ്റെയൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ടു നോർമലിലോട്ട് എത്തിച്ചേരുന്നില്ല. ഇത് മോഡറേറ്റ് ആണെങ്കിൽ ഇത് സിവിയർ ആണ്. സിവിയറിലും അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് വളരെ കൂടുതലാണ്, അതും വീണ്ടും എന്ത് ചെയ്യുന്നു? കൂടുന്നു, പീക്കിലോട്ട് പോകുന്നു, വീണ്ടും സ്ലൈറ്റ്ലി കുറയുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അത് നോർമലിലോട്ട് എത്തിച്ചേരുന്നില്ല. ദിസ് ഈസ് ഡയബറ്റിക് കർവ്. അപ്പോൾ ഇത്രയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് IVGTT എന്താണെന്ന് അറിയണ്ടേ? ഇൻട്രാവീനിയസ് GTT. അതായത് ചില പേഷ്യൻസിന് നമ്മൾ ഓറലി ഷുഗർ കൊടുത്തു കഴിഞ്ഞാലും അതവിടെ അബ്സോർബ് ചെയ്ത് ബ്ലഡിലോട്ട് എത്താൻ പറ്റാതെ, അതായത് അബ്സോർഷൻ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ഓറലി ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട് യാതൊരു ഗുണവും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്ലഡിലോട്ട് ഗ്ലൂക്കോസിൻ്റെ ലെവൽ എത്തിക്കണമെങ്കിൽ നമുക്ക് ഇൻട്രാവീനിയസ്ലി, അതായത് ആദ്യം നമ്മൾ ഫാസ്റ്റിങ്ങിൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുന്നു, അതിനുശേഷം ഇൻട്രാവീനിയസ്ലി കുറച്ച് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഷുഗർ എന്ത് ചെയ്യുന്നു? നമ്മൾ IV ഫ്ലൂയിഡായിട്ട് പേഷ്യൻറ്റ് കൊടുക്കുന്നു. ഇമ്മീഡിയറ്റ്ലി ആ IV ഫ്ലൂയിഡ് കൊടുത്തു കഴിയുമ്പോൾ അതിന് 0 ടൈം എന്നും അത് കഴിഞ്ഞ് ഓരോ 10 മിനിറ്റ് ഇൻ്റർവെൽ, നമ്മൾ നേരത്തെ ഓറലി ആണെങ്കിൽ അരമണിക്കൂറാണ് പറഞ്ഞത്, ഇവിടെ IV-യിലൂടെ നമ്മൾ ഈ ഷുഗർ പേഷ്യൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ 10 മിനിറ്റ് ഇൻ്റർവെല്ലിലും അവിടെ ഈ ഒരു വാല്യൂ ഷുഗർ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ വരെ, അപ്പോൾ 6 തവണ 10 മിനിറ്റ് ഗ്യാപ്പിൽ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. യൂറിൻ സാമ്പിളും കളക്ട് ചെയ്യുന്നു, അതുപോലെ ബ്ലഡ് സാമ്പിളും കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിലുള്ള വാല്യൂസ് നോക്കുന്നു. ആൻഡ് അതിലും ഇതുപോലെ നമ്മൾ ഗ്രോത്ത് കർവ് പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഡയബറ്റിക് കർവ് പറഞ്ഞതുപോലെ ആ ഒരു വാല്യൂ കറക്റ്റ് നോർമലിലോട്ട് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ നോക്കുക. നോർമലിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോ ഡയബറ്റിക് ഫോർ ദ പേഷ്യൻറ്റ്. അവിടെ നോർമലിലോട്ട് തിരിച്ചെത്തുന്നില്ലെങ്കിൽ പേഷ്യൻറ്റ് ഈസ് ഡയബറ്റിക് എന്ന് പറയാം. ദാറ്റ് ഈസ് IV ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അത് ഓറലി കൊടുക്കുന്നില്ല, ഫാസ്റ്റിംഗ് സാമ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം ഇൻട്രാവീനിയസ്ലി ഷുഗർ സൊല്യൂഷൻ കൊടുക്കുന്നു. അതിനുശേഷം ഓരോ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും സാമ്പിൾ കളക്ട് ചെയ്യുന്നു. ടിൽ 1 അവർ നമ്മളവിടെ കളക്ട് ചെയ്യുന്നു, 6 സാമ്പിൾ കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു, കർവിനകത്ത് പ്ലോട്ട് ചെയ്ത് നോക്കുന്നു വെദർ ഇറ്റ് ഈസ് നോർമൽ ഓർ
abnormal. That is IVGTT. Next, mini GTT എന്ന് പറഞ്ഞാൽ എന്താണ്? As per current WHO recommendations, World Health Organization recommendation പ്രകാരം മിനി GTT അല്ലെങ്കിൽ മോഡേൺ GTT നമുക്ക് മതി. അതായത് 2 സാമ്പിൾ ഇവിടെ കളക്ട് ചെയ്താൽ മതി. അതായത് ഒന്ന് ഫാസ്റ്റിംഗ് 0 അവറിലുള്ള സാമ്പിളും പിന്നെ ആഹാരം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു സാമ്പിളും. ഈ 2 സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡയറക്റ്റ്ലി ഇടയ്ക്കുള്ള സാമ്പിളൊന്നും വേണ്ട, ഫാസ്റ്റിംഗ് നോർമൽ ആണോ ഇല്ലയോ എന്ന് നോക്കുന്നു. അത് കഴിഞ്ഞ് ആഹാരം കഴിക്കുന്നു അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിന് സാമ്പിൾ കളക്ട് ചെയ്യും, യൂറിൻ സാമ്പിളും കളക്ട് ചെയ്യും, ബ്ലഡ് സാമ്പിളും കളക്ട് ചെയ്യും. 2 മണിക്കൂർ കഴിഞ്ഞ് നോർമൽ വാല്യൂയിലോട്ട് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. നോർമൽ എത്തിയിട്ടില്ലെങ്കിൽ ഡയബറ്റിക്കും, എത്തിയിട്ടുണ്ടെങ്കിൽ നോർമലുമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് മിനി GTT. സെയിം ഇതേ പേഷ്യൻറ്റ് പ്രിപ്പറേഷൻ തന്നെയാണ്. ആകെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 സാമ്പിളെ കളക്ട് ചെയ്യുന്നുള്ളൂ. ആകെ ഫാസ്റ്റിങ്ങും പിന്നെ ഗ്ലൂക്കോസ് ലോഡ് കൊടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു സാമ്പിൾ. ഇത് വെച്ചിട്ട് നമ്മൾ പേഷ്യൻറ്റ് ഡയബറ്റിക് ആണോ ഇല്ലയോ എന്നുള്ളത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് GTT എന്നുള്ള ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. എന്താണ് ഗ്ലൂക്കോസ്, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഏത് ഹോർമോണാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഗ്ലൂക്കോസ് ബ്ലഡ് ഷുഗർ കൂടിയാൽ എന്താണ് പ്രശ്നം, കുറഞ്ഞാൽ എന്ത് പറയുന്നു, അത് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ത്രൂ OGTT അല്ലെങ്കിൽ GTT അല്ലെങ്കിൽ IVGTT അല്ലെങ്കിൽ മിനി GTT അല്ലെങ്കിൽ മോഡേൺ GTTയിലൂടെ കൺഫേം ചെയ്യാം. ഓറലി ചെയ്യുന്നത് എങ്ങനെയാണ്, IV എങ്ങനെയാണ് ചെയ്യുന്നത്, മിനി GTT എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങളെല്ലാം എക്സ്പ്ലനേഷനും പ്രീ പ്രൊസീജിയറും എല്ലാം സെയിം ആണ്. അത് ചെയ്യുന്ന സാമ്പിളുടെ എണ്ണത്തിലും ആ ചെയ്യുന്ന സമയവും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇത് 3 നോട്ട് ചെയ്ത് പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ ഇതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് കംപ്ലീറ്റ് എക്സ്പ്ലനേഷനുള്ള ക്ലാസ്സുകളും നോട്ട്സും MCQസും ഓരോ ചാപ്റ്ററിലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസും നിങ്ങൾക്ക് ലഭിക്കുന്നതിനും എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഒപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന, കോളേജിൽ പഠിക്കുമ്പോഴായാലും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴായാലും ഉണ്ടാകുന്ന എല്ലാ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുന്നതിനും നമ്മുടെ കോച്ചിങ്ങിൽ, അതായത് നമ്മുടെ ട്യൂഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 2nd സെം ട്യൂഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 1st സെം മുതൽ 6th സെം വരെയുള്ള എല്ലാ ട്യൂഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8891112797. Once again, note it down. This is our office number 8891112797. നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളും അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഇതിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 2 പേപ്പറുകളാണ് നമുക്ക് 2nd സെമ്മിൽ പഠിക്കാനുള്ളത്. ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1ഉം 2ഉം കൂടെ ചേർത്ത് 75 മാർക്സിൻ്റെ ഒരു പേപ്പർ, ബയോകെമിസ്ട്രിയും ന്യൂട്രീഷനും കൂടി ചേർത്ത് 75 മാർക്സിന് മറ്റൊരു പേപ്പർ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വി നീഡ് ടൈം. അപ്പോൾ ട്യൂഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക. അവസാന നിമിഷം നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടു തീർക്കാൻ, പഠിച്ചു തീർക്കാനുള്ള സമയം തികയത്തില്ല. സോ ബെറ്റർ യു ജോയിൻ നൗ ഇറ്റ്സെൽഫ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.